Hi viewers, welcome back again to Pocket School. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പലരും പറയുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെയാണ് പറയുന്നത് ഈ ക്ലാസ്സിൽ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, സമയം നമുക്ക് തീരെയില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ആ ക്ലാസ് കാണുമ്പോൾ തന്നെ ചെയ്ത് പഠിച്ച് ക്ലിയർ ആക്കുക. എന്നിട്ട് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ഓക്കെ ആക്കിയിട്ട് എക്സാം ഹാളിൽ അതുപോലെ കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ മക്കളെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ആർ ദ പോയിന്റ്സ് എ 1 - 4, ബി 3 2 and c 4 5 on a line? If x coordinate of a point on the line AB is 2, what is its y coordinate? അതായത് a 1 - 4, a 1 - 4 ആണ്, b 3 2, c 4 5. a 1 - 4, then b എന്താ 3 2, b 3 2, then c എന്താ 4 5, c 4 5. ഓക്കെ, എന്നിവ ഒരു വരയിലെ 3 ബിന്ദുക്കളാകുമോ എന്നാണ് ഫസ്റ്റ് കേട്ടോ. a 1 - 4, b 3 2, c 4 5 എന്നിവ ഒരു വരയിലെ 3 ബിന്ദുക്കളാകുമോ? അതായത് ഈ 3 പോയിന്റും ഒരു സെയിം ലൈനിലാകുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് എ ബിയിലെ ഒരു ബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ 2 ആയാൽ ആ ബിന്ദുവിന്റെ വൈ സൂചക സംഖ്യ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു വരയിലാകുമോ എന്നാ ചോദിച്ചത്. ഇത് സെയിം ലൈൻ ആണോ എന്നാ ചോദിച്ചത്. സെയിം ലൈൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ലോപ്പ് കണ്ടാൽ മതി, ചെരിവ് കണ്ടാൽ മതി. ചെരിവ് തുല്യമാണെങ്കിൽ സെയിം ലൈൻ ആണ്, ചെരിവ് തുല്യമല്ലെങ്കിൽ ഒരു വരയിൽ അല്ല. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമുക്കറിയാം. ഈ എയും ബിയും സിയും ഒരു വരയിലാണെങ്കിൽ സ്ലോപ്പ് ചെരിവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? വൈ ഡിഫറൻസിനെ എക്സ് ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെയല്ലോ. y2 - y1 x2 - x1 ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന വരയുടെ ചെരിവ് കണ്ടുപിടിക്കാൻ ഇത് x1 y1 ആയിട്ട് എടുത്തു, ഇത് x2 y2 ആയിട്ട് എടുത്തു. അപ്പൊ നമ്മൾ y2 - y1 എന്ന് പറയുമ്പോൾ എന്ത് വരും? y2 - y1 2 മൈനസ് y2 2 ആണ്, മൈനസ് y1 എന്ത് വരും? -4 ഡിവൈഡഡ് ബൈ x2 എന്ന് പറഞ്ഞാലോ 3 - 1. ഓക്കെ, അപ്പൊ 2 മൈനസ് ഓഫ് മൈനസ് എന്താ മക്കളെ? മൈനസ് ഓഫ് മൈനസ് വരിക. 2 മൈനസ് മൈനസ് വന്നാൽ പ്ലസ് ആവും. അതായത് 2 + 4/3 - 1 പറഞ്ഞാൽ 2 ആയി. 2 + 4 എന്ന് പറഞ്ഞാൽ എന്തായി? 6. 6ന്റെ പകുതി എന്താ? 6ന്റെ പകുതി എന്നാ 3 ആണ്. അപ്പൊ സ്ലോപ്പ് ചെരിവ് എന്താ കിട്ടിയത്? 3 എന്ന് കിട്ടി. ഇനി നമ്മൾ എ ബിയുടെ സ്ലോപ്പ് ആകണ്ടേ? ഇനി ആര് സ്ലോപ്പ് കാണണം? യെസ്, ബി സിയുടെ സ്ലോപ്പ് കാണണം. ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ബി സിയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നു സെയിം ഫോർമുല ഉപയോഗിക്കുന്നു. y2 - y1 x2 - x1 ആണ്. അപ്പൊ ഇയാളെ നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം, ഇയാളെ നമുക്ക് x2 y2 ആയിട്ടും എടുക്കാം. അപ്പൊ എന്ത് വരും പറഞ്ഞേ? എങ്ങനെ എഴുതാം? y2 - y1 എന്ത് വരുന്നു? 5 - 2 അല്ലേ? 5 - 2 ഡിവൈഡഡ് ബൈ 4 - 3, അതായത് y2 - y1 x2 - x1 is equal to 5 - 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 3. 4 - 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 1. 3/1 എന്ന് പറഞ്ഞാലോ 3. രണ്ട് സ്ലോപ്പും സെയിം ആണോ മക്കളെ? ചെരിവുകൾ തുല്യമല്ലേ? ചെരിവുകൾ തുല്യമാണെങ്കിൽ a, b, c എന്നീ ബിന്ദുക്കൾ ഒരു വരയിലാണ്. സ്ലോപ്സ് ആർ ഈക്വൽ, സോ a, b, c are on same line. അതുകൊണ്ട് ഇവ എന്താണ്? ഒരു വരയിലാണ്. അപ്പൊ എയുടെ ആൻസർ ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ്, അതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? യെസ്, എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ് 2 ആയാൽ ആ ബിന്ദുവിന്റെ വൈ സൂചക സംഖ്യ എന്ത് എന്നാണ് ചോദിച്ചത് അല്ലെ? അപ്പൊ എക്സ് കോർഡിനേറ്റ് ആണ് 2 എന്ന് പറയുന്നത്, വൈ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ ഒരു ബിന്ദു ഇപ്പൊ 3 2 എന്ന് പറഞ്ഞ ബിന്ദു ഉണ്ടല്ലോ, ഈ 3 2 എന്നുള്ള ബിന്ദു. രണ്ടാമത്തേതായിട്ട് നമ്മൾ എന്താണ്? ഒരു എക്സ് കോർഡിനേറ്റ് നമുക്ക് എത്ര തന്നത്? എക്സ് കോർഡിനേറ്റ്, യെസ്, എക്സ് കോർഡിനേറ്റ് നമുക്ക് തന്നു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് സൂചക സംഖ്യ 2 ആണ്, വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വൈ എന്ന് എഴുതി കേട്ടോ. യെസ്, ഇനി ചെയ്യുന്ന കാര്യം ലിസൺ എവരിബഡി, ശ്രദ്ധിക്കാം. യെസ്, ഇതില് ഇനി
നമ്മൾ ഏതെങ്കിലും ഒരു ബിന്ദു എടുത്തിട്ടോ. അപ്പൊ ഞാൻ ഇവിടെ A32 എന്നാണ് എടുത്തത്, ബിന്റെ ഈ 32 എടുത്ത്. ചിലവർക്ക് സംശയം ഉണ്ടാവും, എന്താ ഈ 1-4 എടുത്തൂടെ, 4-5 എടുത്തൂടെ, ഏതും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മൈനസ് ഒക്കെ വരുമ്പോൾ നമ്മളാണ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഒക്കെ വന്നു പോകും. അങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ 32 എടുത്തത്. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി, ഏതായാലും മതി, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് രണ്ടാമത്തേത് പറഞ്ഞ എക്സ് സൂചക സംഖ്യ 2 എന്ന് തന്നിട്ടുണ്ട്, വൈ സൂചക സംഖ്യ കണ്ടുപിടിക്കണം. ഇനി ഇതിന്റെ സ്ലോപ്പ്, ഈ സ്ലോപ്പ് എന്ന് കണ്ടേ, ഇത് നമ്മൾ x1 y1 ആണ്, ഇത് x2 y2 ആണ്. അപ്പൊ എന്ത് വരും പറഞ്ഞേ, y2 മൈനസ് y1 അല്ലേ, അപ്പം y മൈനസ് 2 എന്ന് വരും. y മൈനസ് 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 മൈനസ് 3. ഓക്കെ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ചെരിവ് നമുക്ക് കിട്ടിയിട്ടില്ല. എത്രയാണ് കിട്ടിയത്? ചെരിവ് കിട്ടിയത് 3 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാം, y മൈനസ് 2 ബൈ 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1 ആണ്, ഈസ് ഈക്വൽ ടു 3. ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ y മൈനസ് 2 ഈസ് ഈക്വൽ ടു y മൈനസ് 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഈ -1 അങ്ങനത്തെ പോയില്ലെങ്കിൽ എന്തായി, ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ ഇൻറ്റു ആയി മാറും കേട്ടോ. ഈ ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നായി മാറും. y മൈനസ് 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -1 കാരണം എന്താ, 3 ഇൻറ്റു -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -3 ആണ്. ദെൻ 3 ഇൻറ്റു -1 -3 ആണ്. y ഈസ് ഈക്വൽ ടു -3, ഈ -3 ഈ -2 എന്ന് പോകുന്നുണ്ടെങ്കിൽ എന്താവും, +2 എന്നാകും. y ഈസ് ഈക്വൽ ടു -3 +2 എന്ന് പറഞ്ഞാലോ, വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ -3 +2 എന്ന് പറഞ്ഞെങ്കിൽ -1 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ, ആണോ? യെസ്. അപ്പൊ y യുടെ വില -1 എന്ന് കിട്ടി. x ന്റെ വില എന്താകുമ്പോൾ, x സൂചക സംഖ്യ 2 ആകുമ്പോൾ y യുടെ വില -1. അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, റെഡി? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എ ആയിട്ട് പറയുന്നു, ഫൈൻഡ് ദ സം ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 25. ക്വസ്റ്റ്യൻ ബി ആയിട്ട് പറയുന്നു, nth ടേം ഓഫ് an arithmetic sequence is 6n plus 4. Find the sum of first 25 terms of this sequence എന്നാ പറയുന്നത് കേട്ടോ. അതിന്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ പറയുന്നു, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അതിന്റെ ബി ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 6n plus 4. ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരാം, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ്. അപ്പൊ നാച്ചുറൽ നമ്പറിന്റെ സമ്മ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2 എന്നാണ് അല്ലെ. നാച്ചുറൽ നമ്പർ സമ്മ n ഇൻറ്റു n പ്ലസ് 1/2, ഈവൻ നമ്പറിന്റെ സമ്മ n ഇൻറ്റു n പ്ലസ് 1, ഓഡ് നമ്പറിന്റെ സമ്മ n² അല്ലേ. യെസ്. അപ്പൊ ഇവിടെ 1 മുതൽ 25 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 25 വരെ എത്ര എണ്ണസംഖ്യ ഉണ്ടാവും? 25 വരെ 25 എണ്ണസംഖ്യ ഉണ്ടാവും. നാച്ചുറൽ നമ്പർ 25 ഉണ്ടാവും. അപ്പൊ എന്ത് വരും? 25 ഇൻറ്റു 25 പ്ലസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, 25 ഇൻറ്റു 25 പ്ലസ് 1 എന്ന് പറയണ്ട, 26 എന്ന് കിട്ടും ബൈ 2. ഈ 26ഉം 2ഉം കട്ട് ചെയ്ത് എന്തായി മാറി? 13 ആയി. 25 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 325 എന്ന് കിട്ടും. അതായത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 25 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് എത്ര വരുന്നത്? 325. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക സമം 325 എന്ന് കിട്ടുന്നുണ്ട്. റെഡി? യെസ്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? സെക്കൻഡ് പാർട്ട്, ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 6n plus 4. n-ാം പദം 6n plus 4 ആണെന്ന് പറഞ്ഞു. ഓക്കെ, n-ാം പദം 6n plus 4 ആണ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിക്കുന്നത് അല്ലെ. n-ാം പദം 6n plus 4 ആണെങ്കിൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക S25, സം ഓഫ് 25 ടേംസ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. യെസ്, ടെക്സ്റ്റിലെ നമ്മൾ പേജ് നമ്പർ 32 കറക്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതിൽ പറഞ്ഞിട്ടുണ്ട് xn is equal to an plus b ആണെങ്കിൽ xn n-ാം പദം, അതായത് nth ടേം an plus b ആണെങ്കിൽ സം ഓഫ് n ടേംസ്, അതായത് sn എന്ന് പറഞ്ഞാൽ x1 plus x2 plus x3 plus etc plus xn ആണല്ലോ. സം ഓഫ് n ടേംസ്. ഈ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞെങ്കിൽ a ഇൻറ്റു
n into n plus 1/2 plus bn എന്ന് ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ് ഇത് കറക്റ്റ് ആയിട്ട് അല്ലെ. പേജ് നമ്പർ 32 കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് 25 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. 25 പദങ്ങളുടെ തുക കിട്ടാൻ വേണ്ടി മക്കളെ an പ്ലസ് ബി എന്നുള്ള രൂപമാണെങ്കിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാളുള്ളത്? എയുടെ സ്ഥാനത്ത് 6 ആണുള്ളത് അല്ലെ. a is equal to 6 ആണ്. b is equal to an plus b 6n plus 4. b എന്ന് പറഞ്ഞാൽ എന്താ? b എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ നമുക്ക് കൊടുക്കാം എന്ത്? യെസ്, നമുക്ക് S25 ആണ് ചെയ്യേണ്ടത്. S25. അപ്പൊ എക്ക് പകരം നമുക്ക് 6 എന്ന് കൊടുക്കാം. 6 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2. 25 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുക നമ്മൾ 325 കണ്ടെത്തില്ലേ? അപ്പൊ ഈ n ഇൻറ്റു n പ്ലസ് 1/2 പകരം നമുക്ക് 325 എന്ന് കൊടുക്കാം. പ്ലസ് ബി എത്രയാ? b 4 ആണ്. 4 ഇൻറ്റു n എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതില് നമുക്ക് ഗുണിക്കുമ്പോൾ 6 ഇൻറ്റു 325 എന്ന് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 6 ഇൻറ്റു 325 എന്ന് പറഞ്ഞാൽ 1950 ആണ്. ദെൻ 4 ഇൻറ്റു 25 എന്ന് പറഞ്ഞാലോ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 100 എന്ന് കിട്ടും. അപ്പൊ ഇവ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുക? 2050. അപ്പോ ഈ xn is equal to 6n plus 4 എന്ന് പറയുന്ന അരിതമരി സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സം ആണ് 2050. അതായത് n-ാമ്പതം 6 n plus 4 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 2050 ആണ്. റെഡി ആയില്ലേ മക്കളെ? ഒരു കാര്യം മാത്രം ഓർക്കണം, ഇതിൽ എന്താണ്? എത്രയാണോ പദങ്ങളുള്ളത് അപ്പം അത് കുടിക്കുന്ന സമയത്ത് a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് bn ഇത് നിങ്ങളുടെ ഓർമ്മയിലൊന്നും ഉണ്ടായിരിക്കണം കേട്ടോ. ഈ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എണ്ണസംഖ്യന്റെ തുകയാണ്. ഈ a എന്ന് പറഞ്ഞാൽ n ന്റെ കൂടെ വരുന്ന ഈ സംഖ്യ, അതായത് പൊതുവ്യത്യാസമായിരിക്കും അത് വരിക കേട്ടോ. bn. ഓക്കെ, b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവസാനം വരുന്ന ഈ നമ്പർ ആണ് b എന്ന് വരുന്നത്. a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് bn ഓർമ്മയിലുണ്ടാവണേ. യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ ബൗൾ കണ്ടെയ്നിങ് 6 black 8 red and 10 white beads. Another bowl containing 9 black 6 red and 5 white beads. A bead is drawn from each box without looking. And question A പറയുന്നു the probability of getting a red bead from which box is more. Question B പറയുന്നു what is the probability of getting both beads are same color. Question C പറയുന്നു what is the probability of getting at least one is black. അതായത് ഒരു പാത്രത്തിൽ 6 കറുത്ത മുത്തുകളും 8 ചുവന്ന മുത്തുകളും 10 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പാത്രത്തിൽ 9 കറുത്ത മുത്തുകളും 6 ചുവന്ന മുത്തുകളും 5 വെളുത്ത മുത്തുകളും ഉണ്ട്. പാത്രത്തിലേക്ക് നോക്കാതെ 2 പാത്രങ്ങളിൽ നിന്നും ഓരോ മുത്ത് വീതം എടുത്താൽ ക്വസ്റ്റ്യൻ എ ഏത് പാത്രത്തിൽ നിന്നും മുത്തെടുക്കുമ്പോഴാണ് ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാകുന്നത്. ക്വസ്റ്റ്യൻ ബി പറയുന്നു രണ്ടും ഒരേ നിറമുള്ള മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര. ക്വസ്റ്റ്യൻ സി പറയുന്നു ഒരു കറുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത എത്ര. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ശ്രദ്ധിക്കുക, ഒരു പാത്രം 2 പാത്രം ഉണ്ട് നമുക്ക് ഉറപ്പായി. ആ 2 പാത്രങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ, ദിസ് ഈസ് പാത്രം നമ്പർ 1, ദിസ് ഈസ് പാത്രം നമ്പർ 2. ഓക്കെ, യെസ്. ഇനി അതിൽ ഓരോന്നിലുള്ളതും പറയും. ഒരു പാത്രത്തിൽ 6 കറുത്ത മുത്ത് 8 ചുവന്ന മുത്ത് 10 വെളുത്ത മുത്ത്. ഓക്കെ, 6 കറുത്ത മുത്ത് 6 ബ്ലാക്ക് ബീഡ്സ്, പിന്നെ 8 ചുവന്ന മുത്ത് റെഡ് ബീഡ്സ്, പിന്നെ 10 വൈറ്റ് ബീഡ്സ്. ഓക്കെ, ആകെ എത്ര ഉണ്ട്? 6 8 14 10 24 മുത്താണ് ഇതിൽ ടോട്ടൽ ഉള്ളത്. രണ്ടാമത്തെ പാത്രത്തിലോ മറ്റൊരു 9 കറുത്ത മുത്ത്, 9 കറുത്ത മുത്ത്, പിന്നെ 6 ചുവന്ന മുത്ത് 5 വെളുത്ത മുത്ത്, 6 ചുവന്ന മുത്ത് 5 വെളുത്ത മുത്ത്. ഓക്കെ, 6 ചുവന്ന മുത്തും 5 വെളുത്ത മുത്തുകളുമാണ്. ആകെ എത്ര ഉണ്ട്? യെസ്, 20 ആണ് അല്ലെ. 9 6 11 9 6 15 5 20 മുത്താണ്. അപ്പൊ ആകെ മുത്തുകളുടെ എണ്ണം എന്താ കേട്ടോ? ആകെ മുത്തുകളുടെ ജോഡികൾ എന്താ വരിക? 24 20 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 24 ഇൻറ്റു 20 സമം എന്ത് കിട്ടുന്നുണ്ട്? 480 ആണ് കിട്ടുന്നത്. യെസ്, 24 ഇൻറ്റു 20 മൊത്തം ഗുണിക്കുന്ന സമയത്ത് 400. ആകെ നമുക്ക് 480 ജോഡികളാണ് ശരിക്കും വരിക. യെസ്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ എയിൽ പറയുന്നു ഏത് പാത്രത്തിൽ നിന്ന് മുത്തെടുക്കുമ്പോഴാണ് ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത
കൂടുതൽ. ഏത് പാത്രത്തിൽ നിന്നാണ് ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ? അപ്പൊ ഒന്നാമത്തെ പാത്രത്തിൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താ? ഒന്നാമത്തെ പാത്രത്തിൽ എത്ര ചുവന്ന മുത്തുണ്ട്? അപ്പൊ എന്റെ ആൻസർ ആയിരുന്നു കേട്ടോ. ഒന്നാമത്തെ പാത്രത്തിൽ 8 ചുവന്ന മുത്താണുള്ളത്, 8 റെഡ് ബീഡ്സ് ആണുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്സ് ഫ്രം ഫസ്റ്റ് ബോക്സ്, ഒന്നാമത്തെ ബോക്സിൽ നിന്നും ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 8/, മൊത്തം എത്ര ഉണ്ട്? 24 അല്ലെ? 8 ചോദിക്കും. ഇനിയിപ്പോ കറുപ്പാണ് ചോദിക്കണമെങ്കിൽ പോയി 8 നേരെ എടുത്തോ. കറുപ്പാണെങ്കിൽ ഈ ബ്ലാക്കിന് നേരെയുള്ള 6 അപ്പൊ 6/24 വരും. ഓക്കെ, അപ്പൊ ചുവന്ന മുത്ത് ഒന്നാമത്തെ ബോക്സ് ഒന്നും കിട്ടാനുള്ള ചാൻസ് 8/24 ഈ സെക്കൻഡിൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള ചാൻസ് എന്താ? എത്ര വരാ? 9 അല്ല 6 അല്ലേ ചുവന്ന മുത്തുള്ളത്? 6/, മൊത്തം 20 ആണുള്ളത്. 20 മുത്തുകളല്ലേ മൊത്തം ഉള്ളത്. അപ്പൊ 6/, ഈ 8/24 നമുക്ക് ചെറുതാക്കി കൂടെ? 4 കൊണ്ട് വെട്ടിണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അല്ല 8 കൊണ്ട് തന്നെ വെട്ടല്ലോ. 8 ഒരു തവണ, 24 3 തവണ, 1/3. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 6/20 3/10 എഴുതാം. കാരണം 6 2 3 തവണ, 20 2 10 തവണ വരും. അപ്പൊ 1/3 3/10 ഏതാണ് വലുത്? ഈ 1/3 ആണോ 3/10 ആണോ വലുത് നോക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ ഭിന്നസംഖ്യ ഏതാ വലുത് ചെറുതെന്നൊക്കെ നോക്കുമ്പോൾ സംശയക്കാരം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 8/24 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, 6/20 എന്ന് പറഞ്ഞാൽ 3/10 ആണ്. അപ്പൊ ഏതാ വലുത് നോക്കാൻ വേണ്ടി 1/3 3/10 എഴുതുക. അപ്പൊ ഇതിൽ ക്രോസിൽ ഗുണിക്കുക. 1 × 10 പറഞ്ഞാൽ 10 ആണ്, 3 × 3 പറഞ്ഞാൽ 9 ആണ്. 10 ആണോ 9 ആണോ വലുത്? 10 ആണ് വലുത്. അപ്പൊ 1/3 ആണ് വലുത്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് നമ്മൾ നോക്കുക. ഏത് ഭാഗമാണോ വലുതാണ് വരുന്നത് ആ ഭാഗത്തുള്ള ഭിന്നസംഖ്യ ആയിരിക്കും വലുതുണ്ടാവും. അപ്പൊ 1/3 ആണ് വലുത്. 1/3 പറഞ്ഞാൽ ഒന്നാമത്തെ ബോക്സിലാണ്. അപ്പൊ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ചുവന്ന മുത്തെടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കേട്ടോ. ഫസ്റ്റ് ബോക്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെഡ് ബോൾസ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ ആയി. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. ബി ക്വസ്റ്റ്യനിൽ പറയുന്നത്, ക്വസ്റ്റ്യൻ ബി പറയുന്നു, രണ്ടും ഒരേ നിറമുള്ള മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? രണ്ടും ഒരേ നിറമുള്ള, രണ്ടും സെയിം കളറിലുള്ള ബീഡ്സ് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ 6 ബ്ലാക്കും 9 ബ്ലാക്കും ആണ്. അപ്പൊ ഇവിടുത്തെ 6 ബ്ലാക്കും ഇവിടുത്തെ 9 ബ്ലാക്കും ആയ ഒരേ നിറമല്ലേ? രണ്ടും സെയിം കളർ അല്ലേ? ആണ്. അപ്പൊ എന്ത് വരും? 6 × 9 പ്ലസ് പിന്നെ എന്ത് വരുന്നു? 8 × 6, അതായത് ഇവിടുത്തെ റെഡും ഇവിടുത്തെ റെഡും കേട്ടോ, പ്ലസ് പിന്നെ 10 × 5, ഇവിടുത്തെ വൈറ്റും ഇവിടുത്തെ വൈറ്റും, രണ്ടിലെ വൈറ്റ്, ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എന്താ? 24 × 20 480 ആണ് ആകെ സാധ്യത. ഇനി 6 9 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? 6 9 54 പ്ലസ് 8 × 6 6 എത്രയാ? 48 10 × 5 50 ഡിവൈഡഡ് ബൈ 480. ഇതൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഇട്ടാ? 50 54 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 104 104 48 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 152/480 152/480. ഇതാണ് രണ്ടും ഒരേ കളറുള്ള മുത്തുകൾ കിട്ടാനുള്ള സാധ്യത. ഇതിനെ വെട്ടി ചെറുതാക്കട്ടോ, ചെറുതാക്കിയിട്ട് ആൻസറിലേക്ക് എത്താം. കഴിയൂല്ലെങ്കിൽ ഇത്ര മാത്രം എഴുതിയാലും മതി. എത്ര കിട്ടി? 152/480 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ സിയിൽ പറയുന്നത് എന്താ? ഒരു കറുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത. ഒരു കറുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതില് ഒരു കറുത്ത മുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 480 അല്ലേ? ഈ 480 ഒരു കറുത്ത മുത്ത് രണ്ടും ചുവപ്പാണെങ്കിൽ കറുത്ത മുത്ത് ഉണ്ടാവില്ല. അപ്പൊ -8 × 6 പ്ലസ് ഓക്കെ, രണ്ടും വൈറ്റ് ആണെങ്കിലും ഉണ്ടാവില്ല 10 × 5 പ്ലസ് ഇനി ഒന്ന് ചുവപ്പും ഒന്ന് വെളുപ്പും ആണെങ്കിലും അതിൽ എന്തില്ല? കറുത്ത മുത്തില്ല. നമ്മൾ പറഞ്ഞ എന്താ? ഒരു കറുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് എന്നാണ്. ഒന്ന് ചുവപ്പും ഒന്ന് വൈറ്റും ആണെങ്കിലും കിട്ടൂല. അപ്പൊ 8 × 5 പ്ലസ് ഇനി ഒന്ന് വെളുപ്പും ഒന്ന് ചുവപ്പും ആണെങ്കിലും അതിലുണ്ടാവില്ല എന്ത്? കറുത്ത മുത്ത്. അപ്പൊ എന്ത് വരും? 10 × 6. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്തുണ്ടാവും? കറുത്ത മുത്ത് ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ കറുത്ത മുത്ത് ഇവിടുത്തെ കറുത്ത മുത്തിനോടാണെങ്കിൽ കറുത്ത മുത്തുണ്ട്. ഇവിടുത്തെ കറുത്ത മുത്തും ഇവിടുത്തെ വെളുത്ത മുത്തും അല്ല ചുവന്ന മുത്തും ആണെങ്കിലും ഉണ്ട്. ഇവിടുത്തെ കറുത്ത മുത്തും വെളുത്ത മുത്തും ആണെങ്കിലും ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ റെഡും ആകുമ്പോൾ ബ്ലാക്ക് ഉണ്ടാവില്ല, റെഡും വൈറ്റും ആകുമ്പോൾ ബ്ലാക്ക് ഉണ്ടാവില്ല, വൈറ്റും റെഡും ആകുമ്പോൾ ബ്ലാക്ക് ഉണ്ടാവില്ല, വൈറ്റും ആകുമ്പോൾ ബ്ലാക്ക് ഉണ്ടാവില്ല. ആ ചാൻസുകളാണ് നമ്മൾ ഇവിടെ എഴുതിയത്. നെക്സ്റ്റ് 480 -8 6 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 6 48 15
50, 8 യെസ് 40, 16 60. ഓക്കെ, ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എത്രയാണ് 480. 480 മൈനസ് ഈ 48ഉം 50ഉം 60 40 198 എന്ന് കിട്ടും. കംപ്ലീറ്റ് കൂട്ടുന്ന സമയത്ത് നമുക്ക് 198 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 480. 480നെ 198 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക 282 എന്ന് കിട്ടും. 282 ബൈ 480 വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് 141 ബൈ 240 എന്നൊക്കെ എഴുതാം. ഫൈനൽ ആൻസർ ആക്കിട്ടോ, അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. അപ്പം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഒരു കറുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണ്. ഒരു കറുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത 282 ബൈ 480 ആണ് കേട്ടോ. യെസ്, ഒരു വെളുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ആണെങ്കിലോ അപ്പൊ നമ്മള് എന്താണ് വെളുപ്പില്ലാത്തതാണ് നോക്കേണ്ടത് കേട്ടോ, മൈനസ് ചെയ്യാന്. ഓക്കെ, അപ്പൊ ഏതാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യണം. ഇനിയിപ്പോ പരീക്ഷയ്ക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയെങ്കിലും കിട്ടാതെ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പെൺകുട്ടിനെ കുറച്ചാൽ മതി, 2 പെൺകുട്ടിയാവുന്നത് കുറയ്ക്കുക. ആ രൂപത്തിൽ ചെയ്യാട്ടോ. നമ്മള് സാധ്യതകളുടെ ഗണിതം മാത്തമെറ്റിക്കൽ ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 3ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗം നോക്കിയാൽ മതി കേട്ടോ. യെസ്, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, സ്കൂളിന്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും 3ാമത്തെ ചാപ്റ്റർ. ആ 3ാമത്തെ ചാപ്റ്റർ സാധ്യതകളുടെ ഗണിതമാണ്, അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയിരിക്കും കേട്ടോ. യെസ്, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കാം. അതായത് 17ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ വിത്ത് ബേസ് പെരിമീറ്റർ 18 പൈ സെന്റിമീറ്റർ ആൻഡ് കർവ്ഡ് സർഫേസ് ഏരിയ 135 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ എന്താ? പാദ ചുറ്റളവ് 18 പൈ സെന്റിമീറ്ററും വക്രമുഖ പരപ്പളവ് 135 പൈ ചതുരശ്ര സെന്റിമീറ്ററുമായ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക എന്നാണ്. പാദ ചുറ്റളവാണ് തന്നത്. പാദ ചുറ്റളവ് 18 പൈ. അതായത് ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പാദ ചുറ്റളവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് 2πr. അത് 18 പൈ ആണ് തന്നത് കേട്ടോ. യെസ്, ആർക്കെങ്കിലും ഫോർമുല ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പോക്കറ്റ് സ്കൂളിന്റെ കമ്മ്യൂണിറ്റി നോക്കിയാൽ മതി കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഘനരൂപം സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എല്ലാ ഫോർമുലകളും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആയിരിക്കും കേട്ടോ. ആ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്. പോക്കറ്റ് സ്കൂളിന്റെ ഇതിൽ നോക്കിയാൽ മതി, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും. യെസ്, അപ്പൊ 2πr പാദ ചുറ്റളവ് 18 പൈ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ബേസ് പെരിമീറ്റർ 18 പൈ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നെന്താ? വക്രമുഖ പരപ്പളവ്, അതായത് കർവ്ഡ് സർഫേസ് ഏരിയ. വക്രമുഖ പരപ്പളവ് എത്രയാ തന്നെ നമുക്ക്? 135 പൈ എന്നിട്ടുണ്ട്. വക്രമുഖ പരപ്പളവ് കർവ്ഡ് സർഫേസ് ഏരിയ CSA കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല πrl എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പൊ πrl 135 പൈ എന്നും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ? വ്യാപ്തം, വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 πr² ആണ്. വോളിയം ഓഫ് കോൺ is equal to 1/3 πr² ആണ്. അപ്പൊ ഈ ഫോർമുലയിൽ അപ്പൊ ഈ ആറും കണ്ടുപിടിക്കണം, എച്ചും കണ്ടുപിടിക്കണം. അപ്പൊ ഈ 2πr 18 പൈ എന്ന് തന്നില്ല, ഇത് നമുക്ക് 6 കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ 2πr is equal to 18 പൈ ആണ്. ഇതിൽ നിന്ന് നമ്മൾ 6 കണ്ടുപിടിക്കുമ്പോൾ 18 പൈ ഡിവൈഡഡ് ബൈ 2π എന്ന് വരും അല്ലെ. ഈ 6 കിട്ടാൻ വേണ്ടി ഗുണിക്കണം 2π, ഇങ്ങോട്ട് പോന്നാ ഹരിക്കണം 2π എന്നായില്ലേ. ഈ പയ്യും പയ്യും കട്ടായി പോയി. 6 is equal to 18നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്താ മക്കളെ? എന്താ കിട്ടാ? 18ന്റെ പകുതി. യെസ്, 9 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? ആ വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരം ബേസ് റേഡിയസ് is equal to 9 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ πrൽ നിന്ന് നമുക്ക് L കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. യെസ്, നമുക്ക് H ആണ് കിട്ടേണ്ടത്. H കിട്ടണമെങ്കിൽ L-ഉം R-ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് H കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ πrl is equal to π into R. നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടി. π into R into L. L is equal to 135 പൈ എന്നാണ് അല്ലെ. ഈ പയ്യും പയ്യും വെട്ടിപ്പോയി. ഇനി ബാക്കി 9L = 135 ആണ്. then L is equal to 135 divided by 9 എന്ന് കിട്ടും അല്ലെ. 135നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ L is equal to നമുക്ക് കിട്ടുന്നത് 135നെ 9 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 15 എന്നാ കിട്ടുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ചെരി ഉയരം, സ്ലാൻഡ് ഹൈറ്റ് കിട്ടി. നമുക്ക് H ആണ് കിട്ടേണ്ടത്. അപ്പൊ L-ഉം R-ഉം തന്നാൽ H കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പൈതഗോറിയൻ റിലേഷനിൽ അവിടെ നമ്മൾ പഠിച്ചത് എന്താ? L² is equal to R² plus H² എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് H² കണ്ടുപിടിക്കാൻ പറ്റും. H² is equal to എന്താ വരിക? L² minus R² എന്ന് വരും അല്ലെ. എടാ, ഈ H² is equal to L² minus R² എന്നല്ലേ വരിക. L നമുക്ക് എത്ര കിട്ടി? 15. 15² minus R² എന്ന് പറയുമ്പോഴോ 9². 15ന്റെ സ്ക്വയർ എന്താ?
225 മൈനസ് 9ന്റെ സ്ക്വയറോ 81 അല്ലേ. 9 × 9 15 × 15 25 9 × 9 81 കുറച്ചുണ്ടെങ്കിൽ എന്ത് കിട്ടും? കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് 5 3 കുറച്ചാൽ 4 ആണ്. 22 8 കുറച്ചുണ്ടെങ്കിൽ 14 ആണ്. h² = 144 ആണെങ്കിൽ h √144 എന്ന് കിട്ടുന്നുണ്ട്. 144 റൂട്ട് എന്ത് കിട്ടുന്നുണ്ട്? 12 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ h = 12 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വ്യാപ്തം കണ്ടുപിടിക്കുക, വോളിയം കണ്ടുപിടിച്ചൂടെ? വോളിയം കണ്ടുപിടിക്കാന്റെ ഫോർമുല എന്തായിരുന്നു? വോളിയം = 1/3 πr² h ആണ് ഫോർമുല. = 1/3 × π × റേഡിയസ് എന്തേനോ? റേഡിയസ് നമുക്കിപ്പോ കിട്ടിയിരുന്നോ? എന്തായിരുന്നു റേഡിയസ് കിട്ടിയത്? റേഡിയസ് 9 ആണ് കിട്ടിയത്. 9² × h എന്താ കിട്ടിയത്? 12 എന്ന് കിട്ടി അല്ലേ. ഈ 3ഉം 12ഉം നമുക്ക് വെട്ടാം. എത്ര തവണ? 4 തവണ പോകും അല്ലേ. 9ന്റെ സ്ക്വയർ എന്താ? 81 × 4 × പിന്നെന്താ ഉള്ളത്? പൈ ആണുള്ളത് അല്ലെ. 81ന് 4 കൊണ്ട് ഗുണിക്കുമ്പോ എന്ത് കിട്ടും? 324 എന്ന് കിട്ടും. 324 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് എന്ത്? ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം. വോളിയം ഓഫ് കോൺ = 324 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഏതാണോ നമുക്ക് തരുന്നത് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് ഏത് ഫോർമുലയാണോ സ്യൂട്ട് ആകുന്നത് ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പം ചില സമയത്തൊക്കെ നമുക്ക് ഈ പാത ചുറ്റളവായിരിക്കും നിന്നുണ്ടാവുക, ചിലപ്പോൾ പാത പരപ്പളവായിരിക്കും നിന്നുണ്ടാവുക. പാത പരപ്പളവാണെങ്കിൽ πr² ആണെങ്കിൽ പാത ചുറ്റളവാണെങ്കിൽ 2πr ആണ്. അത് സമചതുര സ്തൂപികയിലേക്ക് മാറുകയാണെങ്കിൽ പാത പരപ്പളവ് a² ആയിരിക്കും, പാത ചുറ്റളവ് 4a ആയിരിക്കും കേട്ടോ. മാറിപ്പോകരുത്. അപ്പം ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തരുന്നത് അത് നോക്കിയിട്ട് റെഡിയാക്കുക. അതിനുശേഷം നമ്മൾ ആൻസറിലേക്ക് ഫോർമുലയിലേക്ക് അങ്ങോട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ഡിസ്കസ് ചെയ്യുക. കൂടുതൽ സമയം നമുക്കില്ല. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കോംപ്രിഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ എന്താണ് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഓരോ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൂടി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.